Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband வாசு. வணக்கம். ஓகே, நான் வீடியோட பார்ட் 1, பார்ட் 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம், போய் செக் பண்ணுங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். இது யாரு? ഓ ഇവങ്ങ പ്രീതി. ഹലോ, കൊടുക്കാനുള്ളതെല്ലാം കാർട്ടൺ ബോക്സിലാക്കി. അവന്റെ ക്ലോത്ത്സും ഷൂസും ബുക്സും പിന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കറും. വന്നു പിന്നെ വിളിക്കാം. താങ്ക്സ് ഡി. என்ன லவ் ஃபெயிலியரா? Looks like it. Are you okay, Sadia? I'll be fine. Don't worry. These are your things. Thanks. See. I'm getting late for work. You take care, okay? Enjoy New York. மூவி சீனோ அதுக்காக இது. बोला மூவி சீன் இல்ல, அது ஒண்ணுமே அந்த மாதிரி தான் இருக்கு. நான் முடிச்சிட்டேன். He is such a fine Sadia. Prabendu, beautiful. Please come here. Thank you, sir. She is the one who found you. Oh, ഹായ് സാദ്യ. ഫൈസൽ പറയാറുണ്ട് പ്രവീണിന്റെ ഏറ്റവും വലിയ വെൽവിഷർ പുള്ളിയാ. Shift to Mumbai soon. We need you here. sure, sir. Just a minute, Sadia. ഹാ, Good night, Prabendu. Until next time. See you, sir. See you. ഞാൻ പ്രഭയുടെ ഫാനായി. എങ്ങനെ പ്ലേ ചെയ്യണേ? ഇതൊക്കെ നമ്മുടെ കഴിവല്ലേ ഈ രൂപ നാളെ വൈകിട്ടത്തേക്ക് ഒരു പൂജ പിടിച്ചിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? പ്രവീന്ദുവിന് ഞാൻ നമ്മുടെ സർവീസ് അപ്പാർട്ട്മെന്റിന്റെ ഡോർ പാസ്വേഡ് അയച്ചിട്ടുണ്ട്, ലൊക്കേഷനും. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റ് ഒക്കെ അല്ലേ? നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്ന ഒരു ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? രാവിലെ 6:30 അത് മതിയോ? ഞാനും പോകുന്നുണ്ട് അതില്. അത് ഓക്കെയാണ്. ரைட். ഓക്കെയാണ്. വാ, ബാഗ് ഇവിടെ വെച്ചോ. ബാഗ് பார்த்துட்டு சொல்றான்னு நினைச்சு. നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു 4:30 ഇറങ്ങണം. രാത്രി മുഴുവൻ റെക്കോർഡിംഗ് ഉണ്ടാവുന്ന വിചാരിച്ച് ഞാൻ പെട്ടി എടുത്തു വന്നു. പ്രബന്ധം അടിപൊളിയാണല്ലോ, പെട്ടെന്ന് ഫിനിഷ് ചെയ്തില്ലേ? നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ஐயோ பாவம். ചേച്ചിക്ക് എന്താ കുഴപ്പമുണ്ടല്ലോ? அக்காக்கு என்ன பிரச்சனை? ഞാൻ നോക്കട്ടെ. யாரா பிரீத்தி அக்கான்றீங்க? ക്ലാസിക് ഹാർട്ട് ബ്രേക്ക്. കഴിക്കുന്നില്ലേ? ആ? അല്ല, കഴിക്കുന്നില്ലേ? പ്രഭ പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയത് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ്. എന്റെ ഡെലോ. എന്നാലും എന്ത് മെച്ചുവർ ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. പ്രഭച്ച് സാംസ്കാരിക ഇഷ്യൂസ് ഫൈനു. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. സാദിയ, ബണ്ണും ചാറും കഴിക്കുന്നില്ലേ? ஐயோ. പാവ് ഭാജി. ரைட். கனெக்ஷன் இந்த பக்கம் மாறிட்டு இருக்கு. எப்ப இங்க ஏறிய போதும் தெரியல. എനിക്ക് അവനോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഹീസ് ആക്ച്വലി എ ഗുഡ് ഗായ്. ആദ്യം എല്ലാരും ചെയ്യുന്ന പോലെ ബ്ലോക്ക് ചെയ്യാനാ തോന്നിയത്. പിന്നെ പെയിനുള്ള പ്രോസസ് ആണെങ്കിലും അതിലൂടെ പോവാമെന്ന് കരുതി. ഒരു പ്രോപ്പർ ക്ലോഷറിന് അതാ നല്ലത്. ചില സമയത്ത് വി ക്യാൻ ഓൺലി ബ്ലെയിം ദ സിറ്റുവേഷൻ, നോട്ട് ദ പേഴ്സൺ. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വൃത്തിയാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേഷ്യവും പിണക്കവും ഇല്ലാതെ. ஓ மம்மிக்கு இப்படி. Wishing only the best for them. Easy അല്ല, പക്ഷേ we get healed just by being nice to them. நானும் இந்த பாலிசி. அதான் ஐயோ அதுக்கும் சொல்லுதப்பா. என்னாச்சு? പ്രഭ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആ. ഐ തിങ്ക് ഐ വാസ് ഇൻ ലവ്. ആ? എനിക്ക് ആരോ ഇഷ്ടമായിരുന്നു. அந்த ஃபீலிங்ஸ்னாலயோ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? നീ യെസ് പറഞ്ഞത് അയാളായിരിക്കോ? അപ്പൊ ഞാൻ ഹാപ്പി അല്ലേ വേണ്ടത്? മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. Hello, sir. Your friend has upgraded you to an Excel seat. You can shift there and sit more comfortably. Thank you, sir. ஸ்கூல் டு காலேஜ் ஸ்டேஜ் ஏஜ்ல இருக்க மாதிரி காமிச்சிருக்காங்கல்ல. சரியா சொல்லிட்டேன். எங்க போயிட்டு இருக்காங்க? ഞാൻ വിചാരിച്ചു ഇയാൾക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. ஒரு വിശ്വാസമില്ല. ஒரு பூஜை சொல்லி தானே வந்திருக்காரு அங்கிருந்து. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ആ സൂക്തം എന്തായിരുന്നു എന്തോ? അത് മനനാത്രായതേ ഇത് മന്ത്ര. ஐயோ இதுக்கே பயமா இருக்குப்பா. ക്ലീൻ. அப்போ உண்மையான பேயா இருக்குமோ? അവിടെ ഒരു ഗസ്റ്റ് റൂം കൂടി ഉണ്ട്. അതിന്റെ ഒരു ആവശ്യം. ஐயோ இவளுக்கு தெரிஞ்சிருச்சுப்பா. இந்த சென்ஸ் ஆகுதுன்னு நினைக்கிறேன் எனக்கு தெரிஞ்சு. ക്ലീൻ. ശശിയേട്ടാ, ആ വിൻഡോ നിറച്ച പോലെ പ്രാവും കയറണ്ട. തിരുമേനി, ഞാൻ അമ്മൂമ്മയുടെ റൂം. അതാണ് മെയിൻ. നീ വാ. ആര്?
ஏன் இவனுக்கு ஒரு மாதிரி இருக்கு? ഇതാണ് മുത്തശ്ശിയുടെ മുറി. ஐயோ அந்த அங்கிள் வேற ഈ சொன்னாருப்பா எல்லா സംഭവത്തിന് பாக்கையும் ശേഷം சாப்பிட்டு പഠിക്കാൻ പോലും கிடையாது ഇവിടെ കയറില്ല. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. ഇവിടെയോ? അല്ല ഇവിടല്ല, മരിക്കണതിന് മുമ്പേ. ഉറക്കം എന്ന് പറഞ്ഞതില്ല. ഇതൊക്കെ ഇത്തിരി എന്നോട് പറയുന്നേ. ബാൽക്കണി വലിയ ഇഷ്ടമായിരുന്നു. എന്താ വീഡിയോയിൽ ഉണ്ടായിരുന്നു? അല്ലല്ല, കാറ്റുള്ളനെ. നമുക്ക് അവിടെയും കൂടി ഒന്ന് തെളിച്ചാലോ? ബാൽക്കണി സേഫാ, സൺലൈറ്റ് ഉണ്ടല്ലോ. തുറക്ക തുറക്ക. ஐயோ അവിടെ ஏடா போற அங்க போக கூடாது வெளியில போணும் இவருக்கு தெரியுமா என்ன? ரெடி ஆயிக்கோ. என்ன ஓடுறாங்க? ஓ இல்ல எனக்கு தெரியல. வீடு காலியா இருந்தது யாரும் கூடி இருந்துட்டாங்கப்பா சூப்பர் കട്ട് பண்ணி விட போகுதுன்னு நினைக்கிறேன். ഇന്നത്തെ ഇൻസിഡന്റ് കൊണ്ടാണോ ഇനി പൂജ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചത്? ഇന്നത്തെ പൂജ കറക്കായില്ലേ? പാറ നമ്മൾ ഒഴിപ്പിച്ചില്ലേ? അല്ല ഇനി അങ്ങോട്ട് നീ ഇല്ലാന്ന് ആലോചിക്കുമ്പോ അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലായിരിക്കുന്നേ, സ്റ്റേജ് ഷോയും പ്രാക്ടീസ് ഒക്കെ ആയിട്ട്. അതിനുള്ളിൽ പൂജ കമ്മിറ്റ് ചെയ്താൽ ശരിയാവില്ല, നിനക്കും ബുദ്ധിമുട്ടാവും. ആ ഊണൂലേതല്ല അവിടെ കിടന്നോട്ടെ. പ്രിയാമ്പഴക്കവാ, നീ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. ഇത് വെച്ചോ. വാവ് 50 60-40 അല്ലേ? ഇത് ഫുള്ള് നീ എടുത്തു. VF ആയിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ബോംബെയില് പൂജ എന്തെങ്കിലും കിട്ടിയാ പിടിച്ചു. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. എണീറ്റേ പോവാം. എന്ത് ആ? എന്ത് இல்ல നമ്മളെ കൺഫ്യൂസ് பண்ணிட்டாங்க. ഇത്രയും ധൈര്യമുള്ള ഒരു പ്രേതം. ആഹാ പ്രീതി ഡാൻസറോട് പറഞ്ഞു നാളത്തെ ഫൈനൽ കൗണ്ട് കൊടുക്കാനാണ്. ഒരാളുണ്ട് വെജ്. ഹായ് പ്രബിന്ദു, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരുമിച്ച് ബോംബെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നപ്പോ കൊച്ചി എത്തിയത് അറിഞ്ഞതുപോലല്ല. താങ്ക്സ് ഫോർ ദ കമ്പനി. നാളെ ഈവനിംഗ് ആണ് കസിൻ ബ്രദറിന്റെ സംഗീത് ഇവന്റ്. ഫ്രീ ആണെങ്കിൽ വരാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് കരുതി. ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. എന്നാ പൂക്കി പ്രഭയ്ക്ക് നാണമുണ്ടോ? വേണ്ട, കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നാലാണ് ഒരു വിലയുണ്ടാവും. ഒരാൾ ഇത്രയും ഫ്രാങ്ക് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഡോണ്ട് ഡു ദി സ്റ്റുപ്പിഡ് ജാഡ. ഓക്കെ, ജാടയൊന്നല്ല ഡിലുലു, എനിക്കൊരാൾ പെട്ടെന്ന് ക്ലോസ് ആകുമ്പോൾ എന്തോ പോലെയാണ്. ആദ്യമായിട്ട് കാണുന്ന നമ്മളോട്, അല്ല ആക്ച്വലി സോറി പ്രഭയോട് ഇത്രയും വേഗം ആ ഫുൾ ബ്രേക്കപ്പ് സ്റ്റോറി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഐ തിങ്ക് ഷീ ഈസ് ഇൻടു യു. അത് നമ്മുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞോണ്ടായിരിക്കും. നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇപ്പൊ വേറെ വല്ല പയ്യന്മാരാണെങ്കിലേ ഈ ഗ്യാപ്പിൽ കയറി തുടങ്ങിയാണ്. പിന്നെ ഞാൻ പൊക്കിപ്പറയാണെന്ന് വിചാരിക്കണ്ട, ബട്ട് ഐ തിങ്ക് യു ആർ ആക്ച്വലി എ നൈസ് ഗൈ. ശരിക്കും. അതേ யாராவது சொல்லிதான் தெரியணுமா? എന്നാലേ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ഈ ആണുങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണെന്നേ. പാർക്കിംഗ് കിട്ടാതെ കിടന്ന് കറങ്ങുമ്പോൾ നല്ല സ്പോട്ടിൽ വണ്ടി എടുക്കുന്ന കണ്ട ഉടനെ അങ്ങ് ഇടിച്ച് കയറിക്കോളൂ പ്രേമരോഗികൾ. ഈ ഞാൻ என்ன நீயும் படிப்படி சொல்லிட்டாரு. മ്യൂസിക് ഇസ് മൈ ഓൺലി ലവ്. മാങ്ങാത്തൊലി മ്യൂസിക്കിനെ ഒന്ന് വെറുതെ വിട്ടെ. ആൻഡ് ഈ സിംഗിൾ ആയിട്ട് നടക്കുന്ന പയ്യന്മാരാണ് മോസ്റ്റ് റൊമാൻറ്റിക്. എന്താ ഷേ പ്രഭയ്ക്ക് വന്നേ, ഇങ്ങോട്ട് വാ, ഒന്നിരിക്കേ. പ്രഭ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാള്, പിന്നെ മിണ്ടാതിരിക്കുമ്പോ ആ സൈലൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എന്നെ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യിപ്പിച്ച് അടങ്ങൂലേ? പിന്നീട് ഓരോ അതല്ല, എനിവേസ് പുള്ളിക്കാരിയെ പ്രഭയ്ക്ക് ഇനിയും കാണേണ്ടതല്ലേ. സോ യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഇൻ മുംബൈ. നമുക്ക് ഇനി പോവാം പ്രഭ, ഇറ്റ് ബി ഫൺ. ഇത് ഔട്ടറിലാണ്, ബൈക്കിൽ പോണ റിസ്ക് ആണ്. അച്ഛന്റെ കാർ എടുത്തൂടെ? ഏയ് അത് ശരിയാവില്ല. എന്നെ ഈഗോയാ പ്രഭ അത്? ഈഗോ അല്ലെന്നേ, അതൊരു അത് പപ്പു അല്ലേ? അതെ, അവനങ്ങനെ അകത്ത് കയറി. കഴിഞ്ഞു പപ്പു. നമ്മൾ ഈ മുറി ഉണക്കിയില്ലെങ്കിലേ അന്നത്തെ പോലെ ഡോക്ടർ വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഉറങ്ങിക്കോട്ടോ, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അച്ഛൻ അടുത്തുണ്ട് കേട്ടോ. ഉറങ്ങിയില്ലേ? ഇല്ല. പപ്പുവിനെ ഒരു മുറിവുണ്ട്. പുറത്ത് കിടത്തിയ ഈച്ചയെല്ലാം വന്ന് ആകെ ஓ ഇൻഫെക്ഷൻ. ഇവിടെ ആവുമ്പോ എനിക്കൊരു സമാധാനം. உள்ள விட மாட்டேன் சொல்லியிருந்தாருல்ல, இப்போ வீட்டுக்குள்ள ரூம்குள்ள வச்சிருக்காரு. அவர் மாறிட்டாரு. நம்ம என்ன மாறாம இருக்குன்னு சொல்லிட்டு அவருக்கு guilt ஆயிடுச்சு நினைக்கிறேன். ഇത് എന്ന് മുതലാ തുടങ്ങിയത്? 2 വർഷമായി. ആദ്യം വലിയ കുറ്റിയായിരുന്നു. ഇത് ദീപ് കൊണ്ടുവന്നതാ. സുഖാണ്. ആ സ്പ്രേ ബോട്ടിൽ ഒന്ന് അലമരക്കകത്ത് വെച്ചേക്കെ. പപ്പു ചിലപ്പോ കടിക്കും അത്.
அவங்க அம்மாவோட ட்ரெஸ் எப்படி வச்சிருக்காரு போல இருக்கு. അമ്മയുടെ ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാ ആഴ്ചയും തുളസി കഴുകിത്തരും. ഞാൻ ഇസ്തിരിട്ട് വെക്കും. ഈ അലമാര തുറന്നാൽ കുറച്ചു നേരത്തേക്കെങ്കിലും സുജാത ഉള്ളതുപോലെ തോന്നും. എനിക്കതൊരു ധൈര്യ. கர்ச்சீஃப் கொண்டு வந்துக்கலாம். കിടന്നോളൂ, ഞങ്ങൾ ഓക്കെയാണ്. അച്ഛാ, ഞാൻ നമ്മുടെ കാർ നാളെ ഒന്ന് എടുത്തോട്ടെ. நீ என்ன மறைஞ்சிக்கிட்டு இருக்கா? ஏய் சூப்பரா இருக்குது. இது ட்ரீமா? நான் அப்படிதான் நினைக்கிறேன். ட்ரீம் இல்லையா? இல்லை. டெல்லுலு பொசிசிவ் ஆயிடுச்சா? ரொம்ப லைட்டாக அப்படிதான் தோணுது. ஏன் பாவமாக நிற்குதுரியா? இவன் எவ்வளோ லவ் பண்ணுற மாதிரி பார்க்குறான்னா அது அந்த அளவுக்கு ஃபீல் பண்ணுதுப்பா. போச்சு. சோகமாயிடுச்சு. എനിക്ക് പ്രഭനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് പ്രഭയെ ഇഷ്ടമാണ്. சரி. இதை நான் எதிர்பார்க்கவில்லை. അതിപ്പോ എനിക്കും ഡൽഹിയിലും ഇഷ്ടമാണ്. അതല്ല, ഐ മീൻ ലവ് വിത്ത് യു. താങ്ക് യു. ഐ ലവ് യു ടു. ഞാനൊരു ഈഗോ ഇല്ലാതെ ഇത്രയും ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ പ്രഭ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പെട്ടെന്ന് വേറൊരാൾ വന്നപ്പോൾ ഞാൻ ആരും അല്ലാതായോ? എന്താ ഡൽഹിയിലും ഇങ്ങനെയൊക്കെ? താനല്ലേ സാധീനെ കാണാൻ വരാൻ പറഞ്ഞത്? ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും താനല്ലേ ഞങ്ങളെ കണക്ട് ചെയ്തത്? தானே? ഇതിപ്പോ സ്വിച്ച് ഇട്ട പോലെ പ്രേമം എവിടെ നിന്ന് വന്നു? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. പ്രഭ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. വേറെ ആരും ഇല്ല. ഇതൊരു ചെറിയ പൊസസീവ്നെസ് ആണ്. അത് മാറിക്കോളും. പിന്നെ കാര്യം പ്രേതമാണെങ്കിലും ഡൽഹിയിലും കല്യാണ പ്രായമായിട്ടില്ല. എനിക്കാണ് ഇത് കഴിയാറായി. പ്രഭ, സ്റ്റോപ്പ് കോളിംഗ് മീ പ്രേതം. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? സ്വന്തം പേര് പോലും അറിയാൻ പാടില്ലാത്ത, ഒന്ന് തൊടാൻ പോലും പറ്റാത്ത. ലവ് ഈസ് നോട്ട് ഫിസിക്കൽ. എത്ര ദൂരെ നിന്ന് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്, എത്ര പ്രായമായിട്ട് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് ദി ഡീപ് ഇമോഷണൽ കണക്ട് വി ഷെയർ. നമ്മൾ രണ്ടാളും തമ്മിൽ അതുണ്ട്. ഇല്ലെന്ന് പ്രഭയ്ക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാണ്. സാദി എന്നെ ഹഗ് ചെയ്തപ്പോ എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് തന്നോടാണ്. അത് സ്പോയിൽ ചെയ്തു. യു സോ സെൽഫിഷ്. പ്രഭയ്ക്ക് എന്ത് മാറ്റാണ്? ഞാൻ കൂടെ വന്നിട്ട് പ്രഭയുടെ ലൈഫ് ബെറ്റർ ആയിട്ടല്ലേ ഉള്ളൂ. ഈ സാധ്യ പോലും വന്നത് ഞാൻ കാരണല്ലേ? എല്ലാ ആണുങ്ങളും കണക്ക് തന്നെ. I'm sorry. Talk to her. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. போச்சு. മോക്ഷ വേണ്ടതേ എനിക്കാണ്. എന്ത് കോപ്പട കാണിച്ചത്? നിനക്കൊന്നും വേറെ പണിയിലടാ പുല്ലേ. ஆனா அதான் வாடா. எப்படி? யாரு? ഓ ഫ്ലാഷ്ബാക്ക് പോയതാ. അനി മോളോടൊരു കാര്യം പറയാനുണ്ട്. മനസ്സിലായി. നടക്കില്ല വിനോദ്. പുതിയ ഐഫോൺ വാങ്ങാനല്ലേ? ഇവക്കിതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അയ്യോ മമ്മി, ഐഫോൺ ഒന്നും അല്ല. പിന്നെ അത് പപ്പ ഒന്ന് പറ. മമ്മി, ചേച്ചിക്ക് മുടി ബ്ലൂ കളർ അടിക്കാനാ. ചാക്കു, ബ്ലൂ അല്ല, ലാവൻഡർ. അപ്പൊ അതും പറയണോ? എന്റെ പൊന്നു പപ്പ, ഇപ്പൊ മെയിൻ കാര്യം പറ. എന്താ? അതാനേ, നമ്മൾ ഇവരുടെ പേരൻസ് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി അല്ലേ. സ്കിപ്പ് ദ ഇൻട്രോ. കാര്യം മോളൂട്ടിക്ക് ഒരാളെ ഇഷ്ടമാ. ആ, കോട്ടയത്തുള്ള ജോ അല്ലേ? അവന്റെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. അയ്യേ, ജോ ഐഷു ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്. അതെപ്പോ? ഓക്കെ, സ്ട്രേറ്റ് ടു ദ പോയിന്റ്.
ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ്, കോളേജിൽ നിന്നല്ല, ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് പുറകെ പലവരും വരും, കെയർഫുൾ ആവണമെന്ന്. ആനി ഞാനൊന്ന് പറയട്ടെ, ഇവളാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. യെസ്, സി, നമ്മളോടാണ് ആദ്യമായിട്ട് വിളിത് പറയുന്നത്. ഐ തിങ്ക് വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. വി ഷുഡ്. നാളെ അയാൾ വരുന്നുണ്ട്, നമ്മൾ അയാളെ കണ്ട് ഒരു കാപ്പിയെ കുടിച്ചുകൊണ്ട് പോരുന്നു, അത്രേ ഉള്ളൂ. അയാൾക്ക് നിന്നെ ഇഷ്ടമാണോ? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഐ എം സോ ഷുവർ വി ഹാവ് എ ഡീപ്പ് ഇമോഷണൽ കണക്ട്. ഫോട്ടോ കാണിച്ചേ. കണ്ടോപ്പാ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മമ്മിയുടെ കുഴപ്പം. ലുക്ക് വെച്ച് ഉടനെ ജഡ്ജ് ചെയ്യും. നമ്മള് നാളെ അയാൾ കാണാൻ പോവില്ല ആനി. ഒരു ഫോട്ടോ കാണിച്ച എന്താ? മമ്മിക്ക് താടി ഇഷ്ടമല്ലല്ലോ. ഹി ഹാസ് എ ബിയർഡ്, പിന്നെ ഹിന്ദു ആണ്. ആൻഡ് ഹിസ് എ ലിറ്റിൽ ഓൾഡർ ദാൻ മീ. കർത്താവേ, എടോ റിലാക്സ്. ഇവള് പ്രെഡിക്റ്റ് ചെയ്യുന്ന മമ്മിക്ക് ആദ്യം അയാൾ ഇഷ്ടാവും. അതാ ആദ്യം പപ്പയും ഞാനും കാണട്ടെ. ചേച്ചി കാണിച്ചാലോ കേട്ടോ. ഐ എം ഷുവർ യു വിൽ ബി ഹാപ്പി. പ്രോമിസ്? പ്രോമിസ്. നമ്മുടെ വർക്ക് ഇവിടുത്തെ കോഫി ഷോപ്പ് റൺ ചെയ്യുന്നത്. അവരുടെ കോൾഡ് കോഫി ഓൾറെഡി ഫേമസ് ആനി. ആളെവിടെ? പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. ഇങ്ങോട്ടൊന്ന് എത്തിക്കിട്ടണ്ടേ അമ്മേ? എന്തു പറ്റി മുള്ളു? വെള്ളം നോക്കണേ. അയാൾ വരുന്നില്ല അല്ലേ? ആ, വരുന്നില്ല. മമ്മി ഹാപ്പി ആയാലോ? സോറി പപ്പ, ഐ തിങ്ക് ഹി ഗെസ്ഡ് ഇറ്റ്. ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് മനസ്സിലായി. ദാറ്റ്സ് ഓക്കേ മുള്ളു, സാരമില്ല. നമ്മൾ ആരും നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നിന്റെ ജനറേഷന് കമ്മിറ്റഡ് ആവാൻ ഒരു മടിയുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ മോളോ. മമ്മിക്ക് എങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? ഐ തിങ്ക് ഹി ഈസ് കൺഫ്യൂസ്ഡ്. ഞാൻ സംസാരിച്ച ശരിയായിരിക്കും. இவளுக்கு இப்படிதான் ஞாபகம் வந்திருக்கு. രാഖി, ഹെഡ് ബോയിനോട് വരാൻ പറയും. ஏய் இவன் தான்ப்பா அந்த ஸ்கூல்ல இருந்திருக்கான். ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. 8C ജേക്കബ് ബി മാഞ്ഞൂരാന്റെ സിസ്റ്ററിന് ഒരു ആക്സിഡന്റ് പറ്റി, ക്രിട്ടിക്കൽ ആണ്. അവിനാഷ് ഒന്ന് കൂടെ പോകണം ഹോസ്പിറ്റലിൽ വരെ. ഞാൻ ഇവിടെ ഒരു സ്റ്റാഫിനെയും കൂടെ വിടാം. ഓക്കെ മാം. இவன் தான்ப்பா அந்த ജേക്കബിന്റെ പേരൻസ് அவினாஷ். അവിടെ കാണും. മേക്ക് ഷുവർ ദാറ്റ് ഈസ് ഫൈൻ. ഷുവർ മാം. எப்படி சாவாங்கன்னு எதிர்பார்க்கலைப்பா. அவன் செத்த மாதிரியே சொல்லலையே இன்னும். அதனாலதான் எந்த சிமெட்ரிலையும் கிடைக்கல. இன்னொன்னு அவங்க எஸ் சொன்னாங்க லாஸ்ட் அப்படின்னு சொல்றாங்க. அந்த எஸ் என்னது? மேபி அவங்க கோமால கூட இருக்கலாம். கிரிட்டிக்கல் கண்டிஷன் தானே சொன்னாங்க. അപ്പാ, ചേച്ചി എവിടെ? ചാക്കോ, ചേച്ചി ഏറ്റവും ഹാപ്പി ആയിരുന്നു എപ്പോന്നറിയോ? തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ നീ ജനിച്ചപ്പോ. ഇപ്പൊ ചേച്ചിയെ ഹാപ്പി ആക്കണമെങ്കിൽ പപ്പയ്ക്ക് മോൻ്റെ ഒരു ഹെൽപ്പ് വേണം. எதுக்கு? ഡോക്ടർ പറയുന്നത് ചേച്ചി പോയെന്നാണ്. ബ്രെയിൻ ഇസ് ഡെഡ്. பேர் சொல்லல நானா? ഈ മെഷീൻ സപ്പോർട്ട് നിർത്തി ചേച്ചിയെ ഫ്രീ ആക്കാൻ അവർക്ക് പപ്പയുടെ പെർമിഷൻ വേണം. They need a yes from me. പക്ഷേ മോന് കൂടി യെസ് പറയാതെ പപ്പ യെസ് പറയില്ല. ഞാൻ യെസ് പറഞ്ഞ ചേച്ചി ഹാപ്പി ആവോ? പ്രോമിസ്? യെസ്. പപ്പയുടെ പേര് വിനോദ് മാത്യു മാഞ്ഞൂരാൻ. ഞങ്ങൾക്കൊരു പ്ലാന്റേഷൻ ഉണ്ട്, മാജിക്കൽസ് പ്ലാന്റേഷൻ, കുട്ടിക്കാനത്ത്. ആനി എന്ന മമ്മിയുടെ പേര്. ചാക്കോയുടെ ശരിക്കുള്ള പേര് ജേക്കബ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും സെയിം നെയിം. പേരെന്താണ്? ഡെലുലു. നമ്മളിട്ട പേരല്ലേ? ശരിക്കുള്ള പേരെന്താ? ഡെലുലു മീൻസ് ഡെലൂഷൻ, മീൻസ് മായ. ഓ, ടൈറ്റിൽ മായ മാത്യു. പോകാതെ മിഴി നനഞ്ഞിടറി തൂവാതെ. ஓ, அதுக்கு ஞாபகம் வந்திருந்தா போயிருந்திருக்கும். ஞாபகம் வராது. அந்த டோர் ஓபன் பண்ண சீக்வென்ஸ் தான் அதுக்கு மிங்கிலான ஒரு சீன். കണ്ണാടി എന്ന വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ. പോകാതെ മിഴി
ஆர்டர் பண்ணிட்டு இருந்ததுல എരിയും മേലെ അതിൽ തോന്നൽ കനലാകും ചുറ്റും ചിരിയേ അതേ കൂടെ കൂടി തുടിച്ചും மதிக்கவே இல்லை ஒரு பேய. கோயில் போறாரு நம்புறாரு அப்ப. சூப்பரா இருக்கு. இந்த குழந்தை எப்படி கட்டி வைக்கிறாங்க. கொசு வராம எப்படி இருக்கு. നീ പറഞ്ഞതെല്ലാം ഒരു തോന്നലാവാം, സത്യവുമാവാം. സത്യമാണ് എന്ന് വിശ്വസിക്കാനാണ് ബെല്ലിച്ചിന് ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ളയാളെ ഇതുവരെ അവളുടെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. ദുഃഖങ്ങളിൽ നിന്ന് മോചനം തേടിയാൽ മാത്രമേ ഒരാത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കൂ. இந்த வீடு மலர் பார்க்க வருவாரு. அந்த வீடு ലക്ഷ്മി മുതല ഗസ്റ്റ് മാഡം. എന്താ? ഞാൻ മായയുടെ ഒരു ഫ്രണ്ടാ. ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ഓ വരും. മായ എപ്പോഴും പറയാറുണ്ട്, എത്ര വഴക്കിട്ടാലും മാറിയെന്നാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മമ്മീനെയാണെന്ന്. ഭയങ്കര കള്ളിയാ. ഈ സെയിം ഡയലോഗ് അവളുടെ പപ്പയെ കുറിച്ചും പറയും. ഞങ്ങൾ ഇപ്പോഴും ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ മിസ് ചെയ്യാറുമില്ല. അവളുടെ പപ്പ ഭയങ്കര വർക്കഹോളിക്കായി. ചാക്കു ആണെങ്കിൽ ഫുൾ പഠിത്തം, ക്ലാസ് ടോപ്പർ വരെയായി. சேம் ஃபீலிங் இவருக்கும் இல்ல, இந்த ஃபேமிலி மாதிரி. മാത്രമേ എനിക്ക് പ്രോബ്ലം ഉള്ളൂ. കിച്ചണിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അവളെ മിസ് ചെയ്യും. അവളെപ്പോഴും ഫ്രിഡ്ജ് തുറക്കുമായിരുന്നു കുഞ്ഞുനാൾ മുതൽ. പിന്നെ ഈ തുണിയൊക്കെ ബെഡിൽ കിടക്കുന്ന കാണുമ്പോഴും എത്ര പറഞ്ഞാലും അവളുടെ ഡ്രസ്സ് ബെഡിലേ ഇടൂ. ക്ലോത്ത്സ് ആണ് അവളുടെ വീക്ക്നെസ്. ഫുൾ ടൈം ഫോണിൽ അന്ന് നോക്കിയിരിക്കും. இவர் தான் எதுவும் சொல்ல போறாரோ, நான் தான் பார்க்க வரணும்னு. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. போட்டோ நான் கூட வந்துட்டாங்க நினைச்சேன். எப்பா இவருக்கு ஃபர்ஸ்ட் டைம் வந்து லைக் பிசிக்கலி சம்திங். മമ്മിക്ക് താടി ഇഷ്ടമല്ലല്ലോ. ഹി ഹാസ് എ ബിയർഡ്. പിന്നെ ഹിന്ദു ആണ്. ആൻഡ് ഹീസ് എ ലിറ്റിൽ ഓൾഡർ ദാൻ മീ. அவங்க அம்மாவை நினைச்சுக்கிறாங்க போல இவர்தான். പേരെന്താ? പ്രഭേന്ദു. അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന പ്രഭേന്ദുവിനെ അല്ലേ? ஆமான்னு சொல்ல போறாரு. இப்படிதான் எனக்கு தோணுது. ஏன்னா அவங்களுடைய துக்கத்தை. ஆமா അതെ. அவளுக்கு அதானே கோலு. உங்க லவ் பண்ண பையனா அப்பா அம்மாவை காமிக்கணும். லாவெண்டர் பூ. அது சாஃப்ட் டச் கொடுக்குதுப்பா. நைஸ்பா. அவரை போட்ட டியூனும் ஓப்பனிங்ல இவரை கான்செர்ட்ல சேர்த்து கூட மாட்டாங்க. அந்த ஆமா 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 லிஸ்ட்ல யாராவது இல்ல இருக்கு. ஃபுல் ஃப்ளெஜ் கான்செர்ட் வந்து ஓ ஓகே. மூவி முடிஞ்சது. மூவி பத்தி உங்களோட தாட்ஸ்? ரொம்பவே நல்லா இருந்துச்சு மூவி. மலையாளத்தில் வந்துட்டு ஃபர்ஸ்ட் ஒரு படம் பார்க்குறேன்னா நான் நிவின் பாலி படம் தான் ஃபர்ஸ்ட் பார்க்குறேன். இந்த பிரேமம்ங்கிற படம் வந்து அப்பத்துலேருந்தே எனக்கு எல்லாம் பிடிக்கும். நான் அதுக்கப்புறம் நிறைய நான் மூவி பார்த்தது இல்லை. சேம் அதே மாதிரி ஒரு படமாக இருக்குது எனக்கு. இது நல்ல ஒரு ஃபீல் குட் மூவி. இன்னொன்று வந்துட்டு இது வந்துட்டு ஒரு நம்ம வந்துட்டு ட்ரெய்லர் பார்த்ததோ இல்லைனா வந்துட்டு இந்த மூவி பற்றி பேசும்போதோ ஒரு மாதிரி ஹாரர் காமெடி சொல்லியிருந்தாங்க. ஸோ வந்துட்டு நாங்களுமே வந்துட்டு ஏதாச்சும் வித்தியாசமா இருக்குமோ வந்துட்டு போறது. இது வந்துட்டு கம்ப்ளீட்லி வந்துட்டு ஒரு டிஃப்ரெண்டான ஒரு பிளாட்ல இருந்துச்சு இந்த ஸ்டோரி. நாங்க வந்துட்டு ஃபர்ஸ்ட் ஸ்டார்டிங்ல வந்துட்டு அவன் காமிக்கும் போது லைட்டா ஏதோ ஒன்று இருக்கு அப்படிங்கிற நினைச்சு, அதுக்கப்புறம் அந்த கேரக்டர் வந்துட்டு மூவில வந்துட்டு லாங் டைமுக்கு வந்துட்டு நம்ம கூட இருக்கிற மாதிரி ஆயிடுச்சு. அது இன்னொன்று வந்துட்டு அவங்க ரெண்டு பேருக்கு இருக்கிற கெமிஸ்ட்ரி வந்துட்டு நல்லாவே செட் ஆயிருந்தது. அது வந்துட்டு அவங்க கோஸ்ட்டுங்கிற மாதிரி நமக்கு தோணல. அதை வந்துட்டு எந்த அளவுக்கு வந்துட்டு அவங்க ஸ்ட்ராங்கா
ரைட் பண்ணியிருந்தா அதை நம்மளுக்கும் சேர்த்து ஃபீல் பண்ற மாதிரி வந்து கொடுத்துருப்பாங்கிறது தெரியுது. அதுக்கப்புறம் வந்துட்டு நிறைய நம்ம வந்துட்டு கெஸ் பண்ண முடியாத மாதிரி இருந்துச்சு. இந்த ஸ்டோரி இப்படிதான் இருக்குங்கிற மாதிரிலாம் இல்லாம நிறைய இந்த மாதிரி மூவிலாம் பார்த்துருக்கோம். இந்த மாதிரி இல்யூஷன்ஸ் நிறைய பேருக்கு தெரியும், நிறைய கோஸ்ட் வந்துட்டு நிறைய பேருக்கு தெரியுற மாதிரி இருக்கும். அவங்களுக்கு ஏதாச்சும் ஒரு ஆசை இருக்கும், அதை சால்வ் பண்ணி கொடுத்தா அவங்க போயிடுவாங்க அப்படின்னு. அந்த மாதிரி இல்லாம அவங்க வந்துட்டு இவங்களை லவ் பண்ற மாதிரியான ஒரு அது இன்னொன்று வந்துட்டு யாரும் அவங்க லவ் பண்ணாங்கன்னு சொல்லல கரெக்ட். ஸோ அது இவருதாங்கிற மாதிரி அதை ஃபுல்ஃபில் பண்ண வச்சது எல்லாமே நல்லா இருந்துச்சு. இது வந்து ஒரு நல்ல ஃபீல் குட் மூவி தான். அவ்வளவுதான் என்னோட. எனக்கு வந்து கோயின்சிடென்டலி நான் மலையாள மூவி ஃபர்ஸ்ட் பார்த்த மலையாள மூவியும் நிவின் பாலி தான். என்னோட வந்து ஓம் சாந்தி ஓஷனா. அது வந்து காலேஜ் டைம்ல பார்த்தது. அண்ட் இப்ப நானும் பூஷா ரீசெண்டா பார்த்தோம். என்னால வந்து ஸ்டில் அந்த சேம் வைப் வந்து அந்த மூவில கிடைச்சது. எகைன் ரீவாட்ச் பண்ணப்போ அது சைடு அந்த அளவுக்கு ஈக்குவலா ஒரு நல்ல ஒரு பாசிட்டிவ் ஒரு ஹோல்சம் ஸ்டோரி மாதிரி இதை எடுத்துட்டு போயிருந்தாங்க. நிறைய இடத்துல சர்க்கிள்ஸ் வந்து க்ளோஸ் பண்ணியிருந்தாங்க. இந்த மாதிரி மூவிஸ் பார்க்கும்பொழுது நம்மளே நம்ம லைஃப்ல வந்து அந்த சர்க்கிள் கம்ப்ளீட் ஆன மாதிரியான ஃபீலிங் வரும்ல. இந்த மாதிரி ஒரு ஃபீலிங் சூப்பரா டிரான்சிஷன் பண்ணியிருந்தாங்க. ரொம்ப நாள் ஆச்சு ஒரு ஃபீல் குட் மூவி பார்த்து. ஏன்னா ரீசெண்டா நம்ம டிஃப்ரெண்ட் ஜானர் நம்ம வந்து எக்ஸ்ப்ளோர் பண்ணிட்டு இருக்கோம். ஸோ அப்படி இருக்கும் பொழுது எனக்கு நல்லா கனெக்ட் ஆச்சு. அண்ட் நிவின் பாலி வந்து அப்படியே இருக்காரு. பிரேமம் எப்படி இருந்தாரோ அந்த அளவுக்கு மெயின்டைன் பண்றாரு. ரொம்ப நாள் கழிச்சு நிவினை வந்து ஸ்கிரீன்ல பார்த்ததும் நைஸ். அண்ட் ஒரு டிஃப்ரெண்ட் ஜானர் ஆஃப் ஃபீல் குட் மூவி தான். ஏன்னா நம்ம ஃபீல் குட்லயே நிறைய எக்ஸ்ப்ளோர் பண்ணிட்டாங்க. இது ஒரு நல்ல டிஃப்ரெண்ட் ஜானரா நல்லா எடுத்துட்டு போயிருந்தாங்க. நைஸ் வாட்ச். வேற ஆர்டிஸ்ட் பத்தி நம்ம ஏதாச்சும் பேசணும் அப்படின்னா நம்ம பிரீத்தி முகுந்தன் அவங்க நல்லா ஆக்ட் பண்ணியிருந்தாங்க. வினீத் நம்ம எக்கோ மூவில பார்த்தோம்ல, அவருமே சூப்பரா நடிச்சிருந்தாரு. அதை தாண்டி அஜு வர்கீஸ் அவருமே வந்துட்டு அந்த காமெடிக்காக அவர் பண்ணதெல்லாம் வந்து நல்லா இருந்துச்சுல்ல. அஜு வர்கீஸ் நம்ம வந்து போலீஸ் கெட்டப்லயும் பார்த்திருக்கோம். எல்லா கெட்டப்பும் பார்க்குறோம். ஆமா, சும்மா வந்துட்டு என்னது சும்மா ஃப்ராட் பண்ணிட்டு சுத்துற ஒரு ஃப்ரெண்ட் கேரக்டர், நிறைய ஃப்ரெண்ட் கேரக்டர் வருவாரு அவரு. அதுலயுமே நல்லா நடிக்காரு. இதுல பாடி எல்லாமே மாத்திட்டு வந்துட்டாருப்பா. அந்த கசினோட ரோலுக்கு ஏத்த மாதிரி நல்லா வெயிட் போட்டு ஆள் ஒரு மாதிரி ரவுண்டா. அது பிளஸ் இந்த ஐயர்லாம் வந்துட்டு எப்படிலாம் வந்து உட்காருவாங்க, பாடி லாங்குவேஜ் வந்துட்டு அந்த மாதிரியே இருந்துச்சு. அந்த ரோல் சூப்பரா அவர் பண்ணியிருந்தாரு. அப்பா ரோல் பண்ணவங்க நல்லா பண்ணியிருந்தாங்க அதுல. அதுக்கப்புறம் கெஸ்ட் ரோல் மாதிரி இவங்க பிரியா வாரி வந்து போனது அது எனக்கு ஒரு நல்லா இருந்துச்சு. நிவின் பாலி தான் மெயின். நிவின் பாலி அவங்க ரியாவும் தான் அந்த படத்தோட மெயின் இது. ஸோ அவங்க ரெண்டு பேருக்கும் கெமிஸ்ட்ரி நல்லாவே ஒர்க் அவுட் ஆயிருந்தது. அது நம்ம ஸ்கிரீன்லயே பார்த்துட்டோம். எந்த அளவுக்கு அது ஒர்க் அவுட் ஆயிருந்ததுன்னா அவங்க போறது வந்துட்டு எங்களுக்கே வந்து ஐயோ அவங்க போறாங்க, கோஸ்ட் வந்துட்டு போகுதுங்கிற மாதிரி. கோஸ்ட்னு சொல்ல கூட டென்ஷன் ஆயிடுறாங்க அவங்க. அவங்க ஒரு குட் சோல். அவங்க வந்துட்டு போறது வந்துட்டு பார்த்துட்டு இருக்கு நமக்கே ஸ்கிரீன் விட்டு அவங்க போறாங்க அப்படிங்கிறப்போ ஏதோ மிஸ் ஆகிற மாதிரி இருக்கு. வேற யாரை வச்சும் பார்க்க முடியல அந்த இடத்துல. நிவின் பாலி கூட அவங்க தான் டிராவல் பண்ணிட்டு இருந்தா நல்லா இருக்குங்கிற மாதிரி இருந்துச்சு. ஸோ அந்த அளவுக்கு கெமிஸ்ட்ரி நல்லாவே ஒர்க் அவுட் பண்ணி வச்சிருந்தாங்க அதுல. ஸோ அதுதான் அந்த மூவியோட சக்சஸ் நான் நினைக்கிறேன். ஓகே, தேங்க்யூ ஃபார் சஜஸ்டிங் திஸ் மூவி. நம்ம நெக்ஸ்ட் மூவில சந்திப்போம். பை பாய். பை பாய்.